കർത്താവ് എപ്പോഴും ആഗ്രഹിക്കുന്നത് വലിയ കാര്യങ്ങൾ വലിയ നിലയിൽ ചെയ്യുന്നതിനേക്കാൾ നാം ചെയ്യുന്ന ചെറിയ കാര്യം. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. അളവിനേക്കാൾ ഗുണനിലവാരത്തിൽ പ്രസാദിക്കുന്ന ദൈവം. കർത്താവിൽ പ്രിയരെ, ഈ അനുഗ്രഹീത പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ നാം ഒന്ന് കണ്ണോടിക്കുമ്പോൾ യെരുശലേം ദേവാലയത്തിൻ്റെ മനോഹാരിതയെപ്പറ്റിയും അതിൻ്റെ നിർമ്മിതിയെപ്പറ്റിയും പലരും വന്ന് കർത്താവിൻ്റെ അടുത്ത് പ്രസ്താവനകൾ നടത്തുമ്പോൾ, കർത്താവിനെ പലതും ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ, കല്ല് കല്ലിന്മേൽ ശേഷിക്കാത്തൊരു കാലം വരുമെന്നും ലോകത്തിൻ്റെ അവസാനത്തിൽ സംഭവിക്കുന്ന നിരവധിയായ സംഭവങ്ങളെക്കുറിച്ചും യേശു കർത്താവ് വളരെ കൃത്യമായി പ്രതിപാദിക്കുന്ന ഒരു അധ്യായമാണ് ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം. മനുഷ്യനിർമ്മിതമായതും മനുഷ്യന്റെ കരങ്ങളാൽ വിരചിതമായതുമെല്ലാം നശിച്ചു പോകുമെന്നും എന്നാൽ ദൈവത്താൽ സ്ഥാപിക്കപ്പെടുന്നത് എന്നേക്കും നിലനിൽക്കുമെന്നും കർത്താവ് ഈ അധ്യായത്തിലൂടെ പറഞ്ഞു വെക്കുന്നു. ഈ ലോകത്തിൽ കാണുന്നതും ഇവിടെയുള്ള നിർമ്മിതികളും മനുഷ്യൻ്റെ കരങ്ങൾ കൊണ്ട് മെനഞ്ഞെടുത്തതുമെല്ലാം ഇല്ലാതെയായി പോകുമ്പോൾ, എല്ലാം നശിച്ച് നാമാവശേഷമാകുമ്പോൾ ഒരിക്കലും നശിക്കാത്ത നിത്യമായ ഒരു രാജ്യം വെളിപ്പെടുന്നു എന്നുള്ളതാണ് നാം ഇതിലൂടെ മനസ്സിലാക്കുവാനായിട്ട്. എന്നാൽ ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യങ്ങളിൽ ദേവാലയത്തിലിരിക്കുന്ന കർത്താവ് ഭണ്ഡാരത്തിൽ സ്തോത്ര വഴിപാടുകൾ അർപ്പിക്കുന്ന ആളുകളെ കാണുന്നു. അവിടെ എഴുതിയിരിക്കുന്നു, ധനവാന്മാരൊക്കെ വന്ന് അവരുടെ സമ്പാദ്യത്തിൽ നിന്ന് നല്ല തുകകൾ, നല്ല നാണയത്തുട്ടുകൾ ഭണ്ഡാരത്തിലേക്ക് ഇട്ടുപോകുമ്പോൾ അതിന് പിന്നാലെ സാധുവായ ഒരു സ്ത്രീ വന്ന് അവിടെ കയ്യിലുണ്ടായിരുന്ന 2 വെള്ളിക്കാശ് ആ ഭണ്ഡാരത്തിലേക്ക്. ഇത് കണ്ടുകൊണ്ട് യേശു പറയുന്നു, ധാരാളം പ്രിയപ്പെട്ടവർ ഇവിടെ വന്ന് സ്തോത്രാർപ്പണങ്ങൾ നടത്തി, അല്ലെങ്കിൽ ഭണ്ഡാരത്തിലേക്ക് തങ്ങളുടെ ധനത്തിൽ നിന്ന് നിക്ഷേപിച്ചു. എന്നാൽ അവരൊക്കെയും ഇട്ടത് അവരുടെ സമൃദ്ധിയിൽ നിന്നാണ്. അവരുടെ കരങ്ങളിൽ ഉണ്ടായിരുന്ന നാണയത്തുട്ടുകളിൽ നിന്ന് ചിലത് മാത്രം നിക്ഷേപിച്ചപ്പോൾ മറ്റൊരു രൂപ പോലും അല്ലെങ്കിൽ ഒരു നാണയം പോലും കയ്യിലില്ലാത്ത, ആകെ ഈ 2 വെള്ളിക്കാശു മാത്രമുള്ള, ഉപജീവനത്തിന് സന്ധാരണത്തിന് മറ്റു മാർഗങ്ങളില്ലാത്ത സാധുവായ സ്ത്രീ അവളുടെ കയ്യിലുണ്ടായിരുന്നത് മുഴുവനും ദൈവാലയത്തിലേക്ക് നിക്ഷേപിച്ചു. ഇതാണ് യേശു കർത്താവ് അവിടെ ആ ജനത്തോട് പറഞ്ഞത്. നിങ്ങളൊക്കെയും നിങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്ന് അല്പം അർപ്പിക്കുമോ? ആ സാധുവായ സ്ത്രീ അവളുടെ കയ്യിലുണ്ടായിരുന്നത് മുഴുവൻ അർപ്പിച്ചു. കർത്താവിൽ പ്രിയരെ, എൻ്റെ കേൾവിക്കാരെ, കർത്താവ് എപ്പോഴും ആഗ്രഹിക്കുന്നത് വലിയ കാര്യങ്ങൾ വലിയ നിലയിൽ ചെയ്യുന്നതിനേക്കാൾ നാം ചെയ്യുന്ന ചെറിയ കാര്യത്തിൽ പോലും നമ്മുടെ സമർപ്പണവും നമ്മുടെ ഹൃദയത്തിൻ്റെ നിലവാരവും നാം അർപ്പിക്കുന്ന അർപ്പണത്തിൻ്റെ ഗുണനിലവാരവുമാണ് കർത്താവ് പരിശോധിക്കുന്നത്. വലിയ വലിയ കാര്യങ്ങളെക്കാൾ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ കർത്താവിന് വേണ്ടി ഒരു ചെറുവിലെങ്കിലും അടക്കാൻ കഴിഞ്ഞാൽ അതാണ് കർത്താവിന് ഏറ്റവും പ്രസാദം. വലിയ ധനം മുടക്കിയും വലിയ വലിയ കാര്യങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്യുവാൻ ശ്രമിക്കുന്നതിനേക്കാൾ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് നിന്ന് പൂർണ്ണമായ സമർപ്പണത്തോടെ ഒരു ചെറിയ കാര്യം ചെയ്താലും, ഒരു ചെറിയ മുതൽ മുടക്കുള്ള കാര്യം ചെയ്താലും കർത്താവിന് അത് പ്രസാദകരമാണ്. നമ്മുടെ തുകയുടെ വലിപ്പത്തിലോ നാം നൽകുന്ന വലിയ വലിയ കാര്യങ്ങളിലോ അല്ല, നമ്മിലാണ് കർത്താവ് പ്രസാദിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൻ്റെ നിലവാരത്തിലാണ് ദൈവം പ്രസാദിക്കുന്നത്. നാം നൽകുന്ന നന്മകളുടെ ഗുണനിലവാരത്തിലാണ് കർത്താവ് പ്രസാദിക്കുന്നത്. അതുകൊണ്ട് ഗുണനിലവാരമുള്ള, അർപ്പണബോധമുള്ള, പൂർണ്ണ ഹൃദയമുള്ള, പൂർണ്ണ സമർപ്പണമുള്ള, പൂർണ്ണ മനസ്സുള്ള
അർപ്പണങ്ങൾ കർത്താവിന് വേണ്ടി നൽകും. അതിനായിട്ട് നമ്മെ തന്നെ ഒരുക്കുക. ഈ പ്രഭാതം നമുക്ക് ഏവർക്കും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.